ദീപക് മോഹനിലേക്ക് പോവുകയാണ്. ദീപകിന് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാകും. ദീപക്, നേരത്തെ സൂചിപ്പാറയിലെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മൃതദേഹം കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരിശോധന എന്നാണ്, പ്രത്യേക പരിശോധന, അതൊരു ഹെവി ടാസ്ക് തന്നെയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് റോഷിപാൽ പറയുകയായിരുന്നു. അവിടെ ഒന്നോ രണ്ടോ മൃതദേഹം കണ്ടെത്തിയെന്ന സൂചനകളും ലഭിച്ചിരുന്നു. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും അത്തരം സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിട്ടുമില്ല. ഇപ്പോൾ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സൺറൈസ് വാലിയിൽ ഓപ്പറേഷൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? വിനീത, ഇപ്പോൾ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗത്തുള്ള പ്രദേശത്താണ് നേരത്തെ എയർ ഡ്രോപ്പ് ചെയ്ത ആളുകൾ പരിശോധന നടത്തുന്നത്. അതിനു സമീപത്തും ഒപ്പം കാന്തൻപാറ വെള്ളച്ചാട്ടത്തിനടുത്തുള്ള പ്രദേശത്തും തിരച്ചിൽ നടത്തുന്നുണ്ട്. സൂചിപ്പാറ വെള്ളച്ചാട്ടം 3 തട്ടുകളായി ഒഴുകുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലേക്ക് ആളുകൾക്ക് നടന്നെത്തുക എന്നുള്ളത് പ്രയാസകരമായതുകൊണ്ടാണ് എയർ ഡ്രോപ്പ് വഴി ഈ പ്രത്യേക പരിശീലനം നേടിയ ദൌത്യസംഘത്തെ അവിടെ ഇറക്കി ആ ഭാഗത്ത് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അല്പം മുൻപ് SOG സംഘം ഇവിടെ എത്തി ഇവിടെ നിന്ന് ഡ്രോൺ പറത്തി ആ ഭാഗത്തെ മാപ്പിംഗ് നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ആ സമയം കാലാവസ്ഥ തെളിഞ്ഞിരുന്നെങ്കിലും പിന്നീട് വീണ്ടും കോടമഞ്ഞും മഴയും കാരണം ഡ്രോൺ ഇപ്പോൾ തിരികെ വിളിച്ചിരിക്കുകയാണ്. അവർ കൃത്യമായി ഈ ഭാഗത്ത്, അതായത് ചൂരൽമലയിൽ നിന്നുണ്ടായ ഉരുൾപൊട്ടലിൽ വെള്ളം ഒഴുകിയെത്തിയ മണ്ണും കല്ലും ചെളിയും നിറഞ്ഞ ഈ ചാലിയാർ നദിയുടെ ഇരുകരകളിലും തിരച്ചിൽ നടത്തുന്നതിനാവശ്യമായ മാപ്പിംഗ് നടത്താനുള്ള സംഘം ഇവിടെ സജ്ജമാണ്. അവർ ഡ്രോൺ ഉപയോഗിച്ച് അല്പം മുൻപ് ഈ മേഖലയിൽ പരിശോധന നടത്തി ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്നാണ് തിരികെ വിളിച്ചത്. മാത്രമല്ല, ഈ കാന്തൻപാറ വെള്ളച്ചാട്ടത്തിന് തൊട്ട് താഴെയുള്ള ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ഭാഗമാണ് ഇപ്പോൾ ഈ സൺറൈസ് വാലി എന്ന് പറയുന്ന ഈ സ്ഥലം. ആ ഭാഗത്ത് നിരവധി മൃതദേഹങ്ങൾ ഈ ദുരന്തം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം മുതൽ കഴിഞ്ഞ ഇന്നലെ വരെ ഈ പ്രദേശവാസികൾ കണ്ടെത്തിയിരുന്നു. ഈ ഭാഗത്തുള്ള പ്രദേശവാസികൾ ഇവിടെ ഇറങ്ങി ഈ വനത്തിലൂടെ ഈ നദിയിലേക്ക് എത്തി ആ നദിയുടെ ഇരു കരകളിലും പരിശോധന നടത്തി 16ഓളം മൃതദേഹങ്ങൾ അവർ കണ്ടെത്തി. ഇന്നലെയും 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അത് ഇന്നലെ ഹെലികോപ്റ്ററിന്റെ സഹായത്തോടുകൂടി ആർമിയുടെ സഹായവും കൂടി ഉണ്ടായിരുന്നു. അതിലും ഈ പ്രദേശവാസികൾ പങ്കാളികളായതാണ്. ഏതായാലും ഇപ്പോൾ അവിടെ തിരച്ചിൽ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ ഭാഗത്ത് ഈ SOGയുടെ 12 സംഘവും ഒപ്പം നേരത്തെ 2 തവണയായി എയർ ഡ്രോപ്പ് ചെയ്ത സ്പെഷ്യൽ ദൌത്യ സംഘവും ആ മേഖലയിൽ വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശം എന്ന് പറയുന്നത്, അതായത് സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെയുള്ള ഭാഗത്തിനിടയിലുള്ള വനമേഖലയ്ക്ക് നടുവിലൂടെ ഒഴുകുന്ന ചാലിയാർ നദിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ആ നദിയിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, നദിയുടെ മധ്യഭാഗത്ത് ഇത്തരത്തിൽ ഒഴുകി വന്ന ഈ ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന കല്ലുകളും മണ്ണുകളും വന്ന് തിങ്ങി നിറഞ്ഞ് നികന്ന് കിടക്കുകയാണ്. ചില ഭാഗങ്ങളിൽ ശക്തമായ ഒഴുക്കുണ്ടെങ്കിലും ചില ഭാഗങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഭാഗത്തേക്ക് നിറയെ കയങ്ങളും കുഴികളും ഉണ്ടായിരുന്ന ഈ പുഴകളിലെല്ലാം തന്നെ മണ്ണും കല്ലും വന്ന് നികന്ന് ആ ഭാഗം നിരന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ കരകളിൽ, ഈ ചാലിയാർ നദിയുടെ കരകളിലും ഇരു കരകളിലും മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ രക്ഷാപ്രവർത്തകർ നമുക്ക് വിവരം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം പോത്തുകല്ലിൽ നിന്ന് ഈ വനമേഖലയിലൂടെ എത്തിയ ആളുകൾ പലയിടങ്ങളിലും ദുർഗന്ധം വമിക്കുന്ന കാര്യം പുറത്തു പറഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് ഈ മേഖലയിൽ ഇപ്പോൾ വിശദമായ പരിശോധന നടത്തുന്നത്. ഇപ്പോൾ അല്പം ആശ്വാസകരമായ ഒരു കാലാവസ്ഥ തന്നെയാണ്. കോടമഞ്ഞ് മാറി വെയിൽ തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം അല്പം കൂടി എളുപ്പത്തിൽ നടക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും SOG സംഘം ഈ ഭാഗത്തുണ്ട്. നമ്മളിൽ നിൽക്കുന്ന സൺറൈസ് വാലിയുടെ അടുത്തുനിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാത്രം അകലെയായാണ് സൂചിപ്പാറയിൽ ഇപ്പോൾ ഈ ദൌത്യസംഘം തിരച്ചിൽ നടത്തുന്ന പ്രദേശം. ആ ഭാഗത്ത് തിരച്ചിൽ നടത്തിയതിനു ശേഷമായിരിക്കും അവർ ഈ നദിയുടെ ഇരു കരകളിലുമായി മുൻഭാഗത്തേക്ക്, അതായത് ഈ സൺറൈസ് വാലിയുടെ ഈ പ്രദേശത്തേക്ക് എത്തുക. അവിടെയും ഇന്ന് തിരച്ചിൽ നടത്തുമെന്നാണ് അറിഞ്ഞത്. അതിനു മുൻപായുള്ള പ്രാഥമികമായ ഡ്രോൺ മാപ്പിംഗ് പരിശോധനയാണ് ഇപ്പോൾ SOG സംഘം നടത്തുന്നത്. അതിനിടയിലാണ് മഴയെത്തിയത്. എന്നാൽ ഇപ്പോൾ വെയിൽ അല്പം തെളിഞ്ഞതുകൊണ്ട് തന്നെ ആശ്വാസകരമായ ഒരു കാലാവസ്ഥയാണ്. ഉടൻ തന്നെ SOG സംഘം ഇനി രണ്ടാമതും വീണ്ടും ഡ്രോൺ ആ മേഖലയിലേക്ക്, അതായത് തിരച്ചിൽ നടത്തുന്ന ആളുകളുടെ അടുത്തേക്കുള്ള പുഴകളുടെ ഇരുവശങ്ങളിലും കൃത്യമായി പരിശോധന നടത്താനുള്ള മാപ്പിംഗ് ഇപ്പോൾ നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിനീത, ശരി, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.